സാർ നമസ്കാരം. നമസ്കാരം. വീണ വിജയനെതിരെയുള്ള ED അന്വേഷണം തന്നെയാണ് ഇന്ന് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മാരത്തൺ ചർച്ചയായി തന്നെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. സാറിനെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി കടന്ന് ഒരു അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തി മറ്റ് മാധ്യമങ്ങളാരും പറയാത്ത പല കാര്യങ്ങളും ആദ്യം ഈ EDയുടെ വിഷയമായി വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ പല നിർണായക വിവരങ്ങളും പൊതുസമൂഹത്തിന് എത്തിച്ചതും ക്രൈം ഓൺലൈൻ എന്ന മീഡിയയിലൂടെ നന്ദകുമാർ സാർ തന്നെയാണ്. ഇവിടെ ഞാൻ സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നേരത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചുപോയി, CPMൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു റെയ്ഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കേണ്ടത് തിരുവനന്തപുരത്ത്. അന്ന് ഈ റെയ്ഡിന് ഒടുവിൽ ബിനീഷ് കോടിയേരിയുടെ പിന്നീട് ഉള്ള നാളുകൾ വളരെ ദയനീയം തന്നെയായിരുന്നു. ബംഗളൂരു പരപ്പൻ അഗ്രഹാര ജയിലിൽ ഏതാണ്ട് 1 വർഷത്തിലധിക കാലം അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലിടുന്നു. ആ സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഈ കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ മര്യാദ കാണിച്ചുകൊണ്ട് അദ്ദേഹം തൽസ്ഥാനം രാജിവെക്കുന്നു, സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. ഈ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ 1957 മുതൽ, അതായത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് 2026 വരെയുള്ള രാഷ്ട്രീയ ഗതിവിഗതികളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും എല്ലാ സന്ദർഭങ്ങളിലും രാഷ്ട്രീയ മാറ്റങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് കൂടി സാറിനോട് എനിക്ക് മറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, ഈ ബിനീഷ് കോടിയേരിയുടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് CPMൻ്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സംശയമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. 2021 CPMന് മന്ത്രിസഭ രൂപീകരിക്കാൻ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരിക്കും മുഖ്യമന്ത്രി, അഥവാ മന്ത്രിസഭ രൂപീകരിക്കാൻ ഭൂരിപക്ഷം കിട്ടുന്നില്ല എങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോടിയേരി ഉണ്ടാകും എന്ന തരത്തിലൊരു തത്വത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വളരെ കാര്യമായി തന്നെ കണക്കിലെടുക്കുകയും തനിക്കെതിരെ എവിടെയോ ഒരു ശത്രു തൻ്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയായി വരാൻ സാധ്യതയുള്ളതിനാൽ ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഈ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസ് ഉയർന്നു വന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ സാറിന് അറിയാമെങ്കിൽ പങ്കുവയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ എന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വീണ വിജയൻ EDയുടെ പ്രതിരോധത്തിലാവുകയും ഇപ്പോൾ വീണയ്ക്കെതിരെ ED പ്രതി ചേർത്ത് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ അന്വേഷണത്തിൽ വീണയെ പ്രതി ചേർത്തുകൊണ്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുകയോ വീണ അറസ്റ്റിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഷ്ട്രീയ മര്യാദ കണക്കിലെടുത്ത് രാജിവെക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അദ്ദേഹത്തിന് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് ക്യാൻസറായിട്ട് അദ്ദേഹം എഴുന്നേക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിലാണല്ലോ വീട്ടിൽ തന്നെ ലിഫ്റ്റ് വെച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ച മഹാനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ ബസ്സിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് നവകേരള ബസ്സിൽ ലിഫ്റ്റ് വെച്ചത്. അങ്ങനെ എഴുന്നേക്കാനും വയ്യ കുനിയാനും വയ്യ നടക്കാനും വയ്യാത്ത ഒരാൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അധികാരത്തോട് അമിതമായ ആർത്തി കാരണമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. സ്വാഭാവികമായിട്ടും ഭരണം കിട്ടാതെ വരുമ്പോൾ കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആൾക്ക് 81 വയസ്സായി, ഇനി രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു സുഖ ജീവിതം നയിക്കുകയാണ് വേണ്ടത്. പക്ഷെ അധികാരം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് കുറേ കേസുകളുണ്ട്, അതിലൊക്കെ തന്നെ ഇടപെടാനോ മറ്റുള്ള സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ വരും. പിന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന രംഗങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു അധികാരം വേണം. അധികാരം ഉണ്ടെങ്കിൽ എവിടെ പോയാലും സ്ഥാനവും വിലയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബിനീഷ് കോടിയേരിയുടെ കാര്യം, പിണറായി വിജയന്റെയും മകളുടെയും ധാരണ, നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം ഒറ്റുകൊടുത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രത്യാക്രമണമാണ് പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ ജയിലടപ്പിച്ചത് എന്നുള്ള
വാർത്തകളും നേരത്തെ വന്നിട്ടുള്ളതാണ്. അതായത് ബിനീഷ് കോടിയേരിയെ ജയിലിൽ അടച്ചതിന് പിന്നിൽ നമ്മുടെ വീണ വിജയനും പിണറായി വിജയനുമാണ്. തിരിച്ച് പിണറായി വിജയന്റെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ എല്ലാം ഒറ്റുകൊടുത്ത് കസ്റ്റംസിനെ കൊണ്ട് പിടിപ്പിച്ചത് ബിനീഷ് കോടിയേരിയാണ് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇതിന്റെ വാസ്തവത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ ചില സത്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷോൺ ജോർജിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എന്നുള്ളൊരു പറച്ചിൽ എന്തായാലും ഉണ്ട്. അവരും തമ്മിൽ നല്ല ബന്ധമാണ്, വളരെ അഡ്വക്കേറ്റ്മാരാണ് രണ്ടുപേരും, അവർ നല്ല സുഹൃത്ത് ബന്ധമാണ്. ഈവൻ ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോഴും അത് എന്നോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറുന്നതാണ്. കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിയെ കുറിച്ച് ഞാൻ കിളിരൂർ കേസിൽ ആരോപണം ഉന്നയിച്ച് ക്രൈം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ക്ഷയിക്കാൻ്റെ അടുത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അത്രയും പ്രകോപനം ഉണ്ടാക്കാതെ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഇതാക്കിയപ്പോൾ കോടിയേരി എടുത്ത നിലപാട് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അതിനകത്ത് ഇടപെടാൻ ഞാൻ തയ്യാറില്ല എന്നാണ്. എന്നാൽ പിണറായി വിജയന്റെ മകളുടെ പ്രശ്നം വന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാടെന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും എല്ലാം 14 സ്ഥലങ്ങളിൽ അവര് പ്രശ്നം ഉണ്ടാക്കുകയും കേരളം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അവസാനം തിരിച്ചടി കിട്ടുന്ന കണ്ടോട് കൂടിയിട്ടാണ് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പം കോടിയേരി ബാലകൃഷ്ണനെ ഒതുക്കാൻ അവസാനം ശ്രമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മരിച്ചിട്ട് പോലും ആ ബോഡിയോട് പിണറായി വിജയൻ മര്യാദ കാണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറി മരിക്കുമ്പോൾ നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും ചെന്നൈയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും അവിടുന്ന് വിലാപ യാത്രയായിട്ട് കണ്ണൂർക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതാണ് സാധാരണ EK നാരായണീതവും EMS ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രം. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ അതേപോലെ ചരിത്രമുള്ള ഒരാളായിട്ടും അദ്ദേഹത്തിന്റെ മരണത്തിന് എന്താ ചെയ്തത്, നേരെ മട്ടന്നൂർ എയർപോർട്ടിൽ കൊണ്ടുവരുന്നു. നേരെ കൊണ്ടുപോയിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ധൃതി പിടിച്ച് സംസ്കരിക്കുന്നു. ഒരു പൊതുദർശനം വെക്കുന്നു ടൗൺ ഹാളിൽ. പിറ്റേ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് പിണറായി വിജയൻ കുടുംബസമേതം അയർലൻഡിലേക്ക് പുറപ്പെടുന്നു. എന്നിട്ട് കുറേ ദിവസങ്ങൾ യാത്ര കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ വരുന്നത്. പിണറായി വിജയനെ പോലെ ഇത്രയും ചെറ്റത്തരമുള്ള നികൃഷ്ട ജീവി വേറെ ആരെങ്കിലും ഉണ്ടോ? പരമനാറി എന്ന് വിളിക്കണമെങ്കിൽ പിണറായി വിജയനെ വിളിക്കണം. ഇത് അവരുടെ മനസ്സിൽ വല്ലാത്ത വിഫലതകൾ ഉണ്ടായിട്ടുണ്ട്. മരിച്ച ശേഷം ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ തന്നെ സങ്കടത്തോടുകൂടി പത്രക്കാരോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണനെ പോലെ എന്തൊക്കെയാണെങ്കിൽ ജനങ്ങളുടെ എതിർ പാർട്ടികളോട് പോലും മാന്യമായ രൂപത്തിൽ പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഇന്നേ വരെ ഒരു തെറ്റായ ധാരണ നമുക്കുണ്ടായിരുന്നു. തീർച്ചയായും അദ്ദേഹം CPM-ലെ സൗമ്യമായ മുഖം എന്നാണ് കോടിയേരിയെ വിശേഷിപ്പിച്ചത്. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നേതാവ് CPM-ൽ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ വളരെ ചുരുക്കമായിരുന്നല്ലോ. എനിക്ക് 1978 മുതൽ അദ്ദേഹവുമായി പരിചയമുണ്ട്. ഞാൻ കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേറ്റ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പങ്കെടുത്ത കോഴിക്കോട് CH കണാരം മന്ദിരത്തിലുള്ള ഒരു മീറ്റിംഗിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. AK ബാലൻ പ്രസിഡന്റ് ആയിരുന്നു. ആ മീറ്റിംഗിന് പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ PCC പ്രസിഡന്റും അതേപോലെ PCC സെക്രട്ടറി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി CP ജോൺ സംസ്ഥാന പ്രസിഡന്റുമായിരിക്കുമ്പോൾ സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവർ രണ്ടുപേരും പങ്കെടുത്ത മീറ്റിംഗിലും പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല കോഴിക്കോട് സംസ്ഥാന സമ്മേളനം CPI SFI നടക്കുമ്പോൾ റൂട്ട് മാർച്ചിന് ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് CP ജോണുമായിട്ടുണ്ടായ ബന്ധമാണ് പിന്നീട് എന്നെ കള്ളക്കേസിൽ നിന്ന്, ശോഭനാ ജോർജിന്റെ കള്ളക്കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. രക്ഷപ്പെടുത്താൻ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ എനിക്ക് പറ്റി. എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ വെച്ച് കൊല്ലാനുള്ള നീക്കമുണ്ട് എന്നുള്ള വിവരം ആദ്യം തരുന്നത് CP ജോണാണ്. PCC ആണ് അതിന് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായ വിവരങ്ങൾ തന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കോടിയേരി ബാലകൃഷ്ണനോട് എത്രമാത്രം വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മരണസമയത്ത് പിണറായി വിജയൻ ചെയ്ത ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സ്വന്തം പിണറായി വിജയൻ ഇത്രയധികം വളരാൻ കാരണം കോടിയേരി ബാലകൃഷ്ണനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് പ്രശ്നമുണ്ടെങ്കിലും പാർട്ടിയെ ചലിപ്പിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അത് ചേർത്ത് പിടിച്ച് പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കുന്നതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. ഏതൊക്കെ പ്രശ്നം വന്നാലും ആരുടെ പ്രശ്നമായാലും അദ്ദേഹം ഇടപെട്ട് ആ പ്രശ്നങ്ങൾ തീർക്കും. സൗമ്യമായ സമീപനമാണ് അദ്ദേഹത്തിനോട്. എതിരാളികൾക്ക് പോലും സാമീപ്യമുള്ളതുകൊണ്ടാണ് CPM-ന് വലിയ പൊട്ടിത്തെറികളൊന്നും ഇല്ലാതെ ആ സമയത്ത് കടന്നു പോയത്. VS അച്യുതാനന്ദനുമായിട്ട് പോലും നല്ല ബന്ധമായിരുന്നു.
എന്നാൽ പിണറായി വിജയൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പം കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ച് എല്ലാത്തരം പ്രവർത്തനങ്ങളും VS അച്യുതാനന്ദനെതിരെ ആ ഭരണത്തിൽ ചെയ്തിരുന്നു. VS അച്യുതാനന്ദൻ അല്ല ഭരിച്ചത്, പിണറായി വിജയനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ഭരിച്ചിരുന്നത്. ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ പ്രത്യേകതകൾ. അപ്പൊ ഇവിടെ കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അത് അട്ടിമറിച്ചു. പിണറായി വിജയൻ എന്ന് പറയുന്നത് അത്യാഗ്രഹം മൂത്ത് അധികാരം വിട്ടൊഴിയാൻ കഴിയാത്ത ഒരു ദുർഭൂതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അധികാരത്തിലുള്ള സമയത്ത് അദ്ദേഹം 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ അങ്ങനെ അരങ്ങ് തകർത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ അങ്ങേതലക്ക് നിൽക്കുന്ന ഏകാധിപത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഭീകരനായ ഭരണാധികാരിയാണ് അദ്ദേഹം. ആ 10 വർഷം അതിന്റെ തിരിച്ചടികളാണ് ഇപ്പോൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് DYFI സമ്മേളനത്തിൽ ഇപ്പോൾ പിണറായി വിജയനാണ് ഈ 10 വർഷത്തെ ഭരണത്തിൽ കൊണ്ട് കേരളത്തിൽ CPM-നെ നശിപ്പിച്ച് ഭരണം നഷ്ടപ്പെടുത്തിയത് എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് DYFIയിലെ സാധാരണ അംഗങ്ങൾ പോലും വിളിച്ചു പറയുന്ന ഒരു രംഗം വന്നിരിക്കുന്നത്. എന്താണോ ക്രൈം വിളിച്ചു പറഞ്ഞിരുന്നത് നേരത്തെ പിണറായി വിജയൻ നടത്തിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ വിവരങ്ങൾ, അതേപോലെ ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് കൃത്യമായി പറയുകയാണ്. പിണറായി വിജയൻ പാർട്ടിയെ നശിപ്പിച്ച അന്തകനാണ്, പാർട്ടിയെ നശിപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം, അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പുതിയ ഒരു സംവിധാനം വരണം, അല്ലെങ്കിൽ പാർട്ടി നശിച്ചു പോകുമെന്നാണ് DYFI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.